നമസ്കാരം. ഇന്ദിരാനന്ദം ബ്രഹ്മാനന്ദത്തിൻ്റെ പ്രഭാതവന്ദനം. ഏവർക്കും നമസ്കാരം. ഗുരുരാതിരനാദിശ്ച ഗുരു പരമദൈവതം ഗുരോ പരതരം നാസ്തി തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമുക്കിനി ഓംകാരത്തിൻ്റെ പ്രണവമന്ത്രത്തിൻ്റെ ഒരു സവിശേഷത നോക്കാം. ശബല ബ്രഹ്മസുനാമക ഓം. ശബല ബ്രഹ്മസുനാമക ഓം എന്ന് പറഞ്ഞാൽ സൃഷ്ടിയിലൂടെ പ്രകടമായ ഈശ്വര സ്വരൂപം, അതും ഓംകാരമാകുന്നു. പ്രപഞ്ച സൃഷ്ടിയിലൂടെ പ്രകടമായ ഈശ്വര സ്വരൂപം, അതും പ്രണവമാകുന്നു. ജ്ഞാനപ്പാന അമൃതത്തിലേക്ക് സ്വാഗതം. നമുക്ക് കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചതിൻ്റെ അടുത്ത വരികൾ, അടുത്ത സ്റ്റാൻസയിലേക്ക് പോകാം. നരകത്തിൽ കിടക്കുന്ന ജീവൻ പോയി ദുരിതങ്ങളൊടുങ്ങി മനസ്സിൻ്റെ പരിപകവും വന്നു ക്രമത്താലേ നരജാതിയിൽ വന്നു പിറന്നിട്ടു സുഹൃതം ചെയ്തു മേൽപോട്ടു പോയവർ സുഖിച്ചിടുന്നു സത്യലോകത്തോളം. സൽക്കർമ്മം കൊണ്ടു മേൽപോട്ടു പോയവർ സ്വർഗത്തിങ്കലിരുന്നു സുഖിക്കുന്നു. സുഹൃതങ്ങളും ഒക്കെയൊടുങ്ങുമ്പോൾ പരിഭാഗവും എള്ളോളം ഇല്ലവർ. പരിചോടങ്ങിരുന്നിട്ട് ഭൂമിയിൽ ജതരായി ദുരിതം ചെയ്തു ചത്തവർ വന്നോരദുരിതത്തിൻ ഫലമായി പിന്നെ പോയി നരകങ്ങളിൽ വീഴുന്നു. കഴിഞ്ഞ വരികളിൽ നാം ശ്രദ്ധിച്ചതിൻ്റെ അർത്ഥം ബ്രഹ്മന് പോലും കർമ്മപാശത്തിൽ നിന്ന് മോചനമില്ല എന്നാണ്. അപ്പോൾ ഈ വരികളിൽ പറയുന്നത് പാപകർമ്മങ്ങൾ ചെയ്തതിൻ്റെ ഫലമായി നരകത്തിൽ കിടന്ന ദുരിതങ്ങൾ ഒടുങ്ങിക്കഴിഞ്ഞ ജീവൻ പരിഭാഗം അല്ലെങ്കിൽ പക്വത സിദ്ധിക്കുമ്പോൾ മനുഷ്യനായി വന്ന് ജനിക്കുന്നു. മനുഷ്യനായി ജീവിക്കുമ്പോൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ ഫലമായി ജീവൻ ഊർധ്വലോകഗതിയാൽ സത്യലോകത്തിൽ ചെന്ന് സുഖിച്ച് വാഴുന്നു. എന്നാൽ ചെയ്ത സൽക്കർമ്മങ്ങളുടെ ഫലം അനുഭവിച്ച് തീരുമ്പോൾ ഒട്ടും പരിഭാഗമില്ലാതെ വീണ്ടും ഭൂമിയിൽ പതിച്ച് വീണ്ടും ദുരിതങ്ങൾ ചെയ്ത് നരകത്തിൽ ചെന്ന് വീഴുന്നു. ഇവിടെ പാപകർമ്മങ്ങൾ ചെയ്താൽ നരകത്തിൽ കിടന്ന് യാതന അനുഭവിക്കണമെന്നത് അനിവാര്യമായ ഒരു കാര്യമാണ്. പാപത്തിൻ്റെ രീതിക്കും ഗൗരവത്തിനും അനുസരിച്ച് നരകത്തിൻ്റെ സ്വഭാവത്തിനും നരകത്തിൽ കിടക്കേണ്ട കാലത്തിനും വ്യത്യാസങ്ങൾ വരുന്നു. കുറേ ഏറെ നരകങ്ങളുണ്ട്. അവയിൽ ചെയ്ത പാപത്തിൻ്റെ വ്യാപ്തിക്കും അനുസരിച്ച് അനുഭവിക്കേണ്ട ദുരിതങ്ങളുടെയും കാലക്രമത്തിൻ്റെയും സമയത്തിൻ്റെയും വ്യത്യാസങ്ങൾ വരുന്നുവെന്ന് മാത്രം. ഒട്ടനേകം നരകങ്ങളുള്ളതിൽ 28 പ്രധാനമായും പറയപ്പെടുന്നത്. ഭാഗവതം പഞ്ചമസ്കന്ധത്തിൽ 26-ാം അധ്യായത്തിൽ നരകയാതന അനുഭവിപ്പിച്ചു ജീവനെ ശുദ്ധീകരിച്ച ശേഷമാണ് വീണ്ടും മനുഷ്യയോനിയിൽ ജനിപ്പിക്കുന്നത്. വീണ്ടും ദുഷ്കൃതങ്ങൾ ചെയ്യുന്നതിൻ്റെ ഫലമായി നരകത്തിൽ തന്നെ പതിക്കേണ്ടി വരുന്നു. ഇതൊരു ദൂഷിത വലയം പോലെയാണ്. ഈ സന്ദർഭത്തിൽ ഭഗവത്ഗീതയിലെ 2 ശ്ലോകങ്ങൾ സ്മരിക്കുന്നത് നന്നായിരിക്കും. 9-ാം അധ്യായത്തിലെ ശ്ലോകം 20, 21 എന്നിവയിലും നരകത്തെപ്പറ്റി നല്ലതുപോലെ പറയുന്നുണ്ട്. ത്രൈവിദ്യാമാം സോമപാ ഭൂതപാപ യജ്ഞൈരിഷ്ട സ്വർഗതിം പ്രാർത്ഥയന്തേ തേ പുണ്യമാസാദ്യ സുരേന്ദ്രലോകസ്മരന്തി ദിവ്യാൻ ദിവി ഭേദ ദേവഭോഗാൻ. ഋക്ക് സാമ യജുർവേദങ്ങളെ അറിയുന്ന ജ്ഞാനി യജ്ഞങ്ങളെ കൊണ്ട് എന്നെ യജിച്ചിട്ട് യജ്ഞശിഷ്ടമായ സോമരസം പാനം ചെയ്യുന്നവരായി
പാപരഹിതരായി തീർന്ന് സ്വർഗലോകപ്രാപ്തിയെ പ്രാർത്ഥിക്കുന്നു. അവർ പുണ്യ ഫലരൂപമായ ഇന്ദ്രലോകത്തെ പ്രാപിച്ചിട്ട് സ്വർഗത്തിലെ ദിവ്യങ്ങളായ ദേവഭോഗങ്ങളെ അനുഭവിക്കുന്നു. തേ ത്വം ഭുക്ത്വാ സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി ഏവം ത്രയീധർമ്മമനുപ്രപന്ന ഗതാഗതം കാമകാമാലഭന്തേ. അവർ വിപുലമായ സ്വർഗലോക സുഖത്തെ അനുഭവിച്ചിട്ട് പുണ്യം ക്ഷയിക്കുമ്പോൾ മനുഷ്യലോകത്തെ പ്രാപിക്കുന്നു. ഇപ്രകാരം വേദത്രയ ധർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നവരായ ഭോഗേച്ഛുക്കൾ വീണ്ടും വീണ്ടും ജനന മരണങ്ങളെ പ്രാപിക്കുന്നു. ജനിമരണങ്ങളിൽ ആ സംസാര ചക്രത്തിൽ കിടന്ന് ഉഴലുന്നു എന്നാണ് ഈ വരികളിൽ കവി പറയുന്നത്. ഇവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഗുരുപാദാരബന്ധങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത്. നമസ്കാരം. ശുഭ സുദിനം.